Good morning all. അപ്പം നമുക്കിന്ന് പ്രോഗ്രാംഡ് IOയെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പം എന്താണ് പ്രോഗ്രാംഡ് IO എന്ന് നോക്കാം. സോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ മൈക്രോ പ്രോസസർ ആൻഡ് IO മോഡ്യൂൾ. അപ്പം ലാസ്റ്റ് ഡേ നമ്മൾ IO മോഡ്യൂളിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ. IO മോഡ്യൂൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ CPU ആൻഡ് IO ഡിവൈസസ്. ഓക്കെ, IO ഡിവൈസസും CPUവിന്റെയും ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് IO മോഡ്യൂൾ. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസർ, CPUവും IO മോഡ്യൂളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. അതായത് IO ഡിവൈസസിൽ നിന്നും സം ഡേറ്റ CPUവിനോട്ട് കൊടുക്കാനും CPUവിൽ നിന്നും സം ഡേറ്റ IO ഡിവൈസസിന് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 ടെക്നിക്സ് ആണ്. യൂസിങ് ദിസ് IO മോഡ്യൂളിന്റെ സഹായത്തോടെ 3 ടെക്നിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. ഓക്കെ, IO ഡിവൈസസിൽ നിന്നും ഡേറ്റ CPUവിനും CPUവിൽ നിന്നും ഡേറ്റ IO ഡിവൈസസിനും കൊടുക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോഗ്രാംഡ് IO. സെക്കൻഡ് വൺ ഇന്ററപ്റ്റ് ഡ്രിവൺ IO. തേർഡ് വൺ ഡയറക്റ്റ് മെമ്മറി ആക്സസ് DMA. ഓക്കെ, അപ്പൊ ഈ 3 ടെക്നിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? IO ഡിവൈസസിൽ നിന്നും ഡേറ്റ ഗെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ CPUവിൽ നിന്നും ഡേറ്റ IO ഡിവൈസസിനും കൊടുക്കാനായിട്ട് യൂസിങ് IO മോഡ്യൂൾ വെച്ചിട്ട് ഈ 3 ടെക്നിക്സിലൂടെയാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, IO മോഡ്യൂളിന്റെ സഹായത്തോടു കൂടി ഈ 3 ടെക്നിക്സ് വെച്ചിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ വിത്ത് പെരിഫറൽ ഡിവൈസസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് വൺ ആണ് പ്രോഗ്രാംഡ് IO. ഓക്കെ, അപ്പൊ നോക്കാം. IO ടു മെമ്മറി ട്രാൻസ്ഫർ ത്രൂ പ്രോസസർ. അതായത് IO ഡിവൈസസിൽ നിന്നും CPUവിനോത്തോട്ട് ഡേറ്റ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ എവിടെ കൊണ്ടുവരികയാണ്? മെമ്മറിയിൽ കൊണ്ടുവരിക. മെമ്മറി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെമ്മറിയിൽ നിന്നും പ്രോസസർ എടുത്തോളും. അതുപോലെ തന്നെ പ്രോസസറിൽ നിന്നും ഡേറ്റ IO ഡിവൈസിൽ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റ മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. ദെൻ മെമ്മറിയിൽ നിന്നും നമ്മൾ IO ഡിവൈസസിനോട്ട് എടുക്കും. അപ്പൊ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോസസറിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് 2 രീതിയിൽ പറയാം. പ്രോഗ്രാംഡ് IOയും ഉണ്ട്, ഇന്ററപ്റ്റ് ഡ്രിവൺ IOയും ഉണ്ട്. ഓക്കെ, പ്രോഗ്രാംഡ് IOയും ഉണ്ട്, ഇന്ററപ്റ്റ് ഡ്രിവൺ IOയും ഉണ്ട്. അതിൽ പ്രോഗ്രാംഡ് IOക്കകത്ത് ഇന്ററപ്റ്റ്സിന്റെ ഹെൽപ്പ് ഒന്നുമില്ല. ഇന്ററപ്റ്റ് ഡ്രിവൺ IOക്കകത്ത് യൂസ് ഓഫ് ഇന്ററപ്റ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ്, അതായത് IOനിൽ നിന്ന് മെമ്മറിയിലോട്ട് വിത്തൗട്ട് ദ പ്രോസസർ ഹെൽപ്പ്, പ്രോസസറിന്റെ ഹെൽപ്പ് ഇല്ലാതെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഓർ DMA എന്ന് പറയുന്നത്. അതിനകത്ത് ഇന്ററപ്റ്റ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നടക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും ഈ 3 ടെക്നിക്സ് ആണ്: പ്രോഗ്രാംഡ് IO, ഇന്ററപ്റ്റ് ഡ്രിവൺ IO, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. പ്രോഗ്രാംഡ് IOക്കകത്തും ഇന്ററപ്റ്റ് ഡ്രിവൺ IOക്കകത്തും പ്രോസസറിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് മെമ്മറി ആക്സസിൽ പ്രോസസറിന്റെ ഇന്റർവെൻഷൻ വളരെ കുറവാണ്. അപ്പൊ എന്താണെന്ന് നോക്കാം. പ്രോഗ്രാംഡ് IO. ഓക്കെ, അപ്പൊ പ്രോഗ്രാംഡ് IOക്കകത്ത് പ്രോസസറിൽ നിന്നും ഡേറ്റ മെമ്മറി വഴി IO ഡിവൈസസിന് കൊടുക്കുന്നതും അതേപോലെ IO ഡിവൈസസിൽ നിന്നും ഡേറ്റ പ്രോസസറിനകത്തോട്ട് ത്രൂ മെമ്മറി വഴി കൊടുക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ പ്രോസസർ ഇതിന് ആവശ്യമായിട്ടുള്ള IO ട്രാൻസ്ഫറിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. സോ പ്രോഗ്രാംഡ് IOയുടെ പ്രത്യേകത എന്താണ്? IO ട്രാൻസ്ഫർ നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഈ പ്രോഗ്രാമിനകത്തുള്ള ഓരോ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്താണ് IO ട്രാൻസ്ഫർ നടത്തുന്നത്. അപ്പൊ റീഡ് ചെയ്യാനാണെങ്കിൽ IO ഡിവൈസിൽ നിന്നും ഡേറ്റ മെമ്മറിയിലോട്ട് വരാനാണെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കും. അതുപോലെ തന്നെ പ്രോസസറിൽ നിന്നും IO ഡിവൈസിനകത്തോട്ട് റൈറ്റ് ചെയ്യാനാണെങ്കിൽ വേറൊരു കമാൻഡ് എടുക്കും. അങ്ങനെ ആവശ്യമുള്ള കമാൻഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് പ്രോസസർ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പ്രോസസർ തന്നെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ എക്സിക്യൂഷന്റെ സഹായത്തോടു കൂടി ആ എക്സിക്യൂഷൻ നടക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫറിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രോഗ്രാംഡ് IOക്കകത്ത് എന്താ ചെയ്യുന്നത്? പ്രോസസർ എക്സിക്യൂട്ട്സ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് കൺട്രോൾസ് ദ IO ഓപ്പറേഷൻ. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് വഴി IO ഓപ്പറേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് പ്രോഗ്രാംഡ് IO. ഓക്കെ, അപ്പം അതായത് ഈ കമാൻഡ്സ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? ഡിവൈസിന്റെ സ്റ്റാറ്റസ് സെൻസ് ചെയ്ത് നോക്കുക, റീഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുക. അപ്പൊ ഇതെല്ലാം നടക്കണമെങ്കിൽ ഈ IO ഓപ്പറേഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് പ്രോഗ്രാംഡ് IO എന്ന് പറയുന്നത്.
Okay, once the processor issues a command to the IO module, processor must wait until the IO operation is complete. അപ്പോൾ നമുക്ക് ഇപ്പോൾ റീഡ് ചെയ്യാനാണെങ്കിലും റൈറ്റ് ചെയ്യാനാണെങ്കിലും ഒരു കമാൻഡ്, ആ പ്രോഗ്രാമിനകത്തുള്ള ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് IO മോഡ്യൂൾ കംപ്ലീറ്റ് ആകുന്നത് വരെ പ്രോസസ്സർ വെയിറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ ഒരു റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ ഒരു കമാൻഡ് കൊടുക്കും. കമാൻഡ് കൊടുക്കുന്നത് IO മോഡ്യൂളിനാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഫ്രം എവിടെ നിന്നാണ്? പ്രോസസ്സറിൽ നിന്നാണ്. ഓക്കെ, പ്രോസസ്സർ ആ ഇൻസ്ട്രക്ഷൻ IO മോഡ്യൂളിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ പ്രോസസ്സർ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇഫ് ദ പ്രോസസ്സർ ഈസ് ഫാസ്റ്റർ ദാൻ ദ IO മോഡ്യൂൾ വേസ്റ്റ് ഫുൾ ഓഫ് പ്രോസസ്സർ ടൈം. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണ്? ഇങ്ങനെ പ്രോസസ്സർ ഓരോ IO ഓപ്പറേഷനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യും? നമ്മുടെ ഹോൾ പ്രോസസ്സ് എന്താകും? ഡിലേ ആയി പോകും. അപ്പോൾ ഫാസ്റ്റർ ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രോസസ്സിന്റെ ടൈം വളരെയധികം ഈ ഒരു കമാൻഡ് കംപ്ലീറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രോസസ്സറിന്റെ ടൈം നമുക്ക് വേസ്റ്റ് ആയി പോകും. ഓക്കെ, അതാണ് പ്രോഗ്രാംഡ് IO. അപ്പോൾ പ്രോഗ്രാംഡ് IOക്കകത്ത് മെയിനായിട്ട് നടക്കുന്നത് എന്താണ്? ഒരു പ്രോഗ്രാം ആണ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ റീഡ് ചെയ്യാനാണെങ്കിൽ ഒരു കമാൻഡ് പാസ് ചെയ്ത് കൊടുക്കും, ഒരു ഇഷ്യൂ ചെയ്ത IO മോഡ്യൂളിന് കൊടുക്കും. അതുപോലെ റൈറ്റ് ചെയ്യാനാണെങ്കിൽ വേറൊരു കമാൻഡ് ഇഷ്യൂ ചെയ്ത IO മോഡ്യൂളിന് കൊടുക്കും. അങ്ങനെ ഓരോ കമാൻഡ്സ് കൊടുക്കുന്നത് വഴി IO ട്രാൻസ്ഫർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പ്രോഗ്രാംഡ് IO. അപ്പോൾ ടു എക്സിക്യൂട്ട് ആൻ IO റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ഒരു IO റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്രോസസ്സർ ഒരു അഡ്രസ് ആദ്യം ഇഷ്യൂ ചെയ്യും. ഏത് IO മോഡ്യൂൾ അല്ലെങ്കിൽ ഏത് എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്നാണ് നമുക്ക് ഡേറ്റ നമുക്ക് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്, ആ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തതിന് ശേഷം ഒരു IO കമാൻഡ് എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. ഒരു IO കമാൻഡ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആദ്യം ഏത് IO ഡിവൈസ് അല്ലെങ്കിൽ പെരിഫറൽസുമായിട്ടാണോ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ നടത്തേണ്ടത് അതിന്റെ അഡ്രസ് ആദ്യം ഇഷ്യൂ ചെയ്യും. അതിനുശേഷം ഒരു IO കമാൻഡ് റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ ആ ഡിവൈസ് റെഡിയാണോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനാണോ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ചെയ്യുന്നതെല്ലാം IO മോഡ്യൂളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 3 ടെക്നിക്സ് ആയാലും, ഈ 3 പ്രോഗ്രാംഡ് IO ആയാലും ഇന്ററപ്റ്റ് IO ആയാലും ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആയാലും എല്ലാം IO മോഡ്യൂളിന്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ കമാൻഡ് കൊടുക്കുന്നതെല്ലാം IO മോഡ്യൂളാണ്, ബാക്കി പെർഫോം ചെയ്യുന്നത് IO മോഡ്യൂളാണ്. അതുവരെ നമ്മുടെ പ്രോസസ്സർ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അതാണ് പ്രോഗ്രാംഡ് IOയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോസസ്സർ ഇഷ്യൂ ചെയ്യുന്ന IO കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡ് ഉണ്ട്, ടെസ്റ്റ് ചെയ്യാനുള്ള കമാൻഡ് ഉണ്ട്, റീഡ് ചെയ്യാനുള്ള കമാൻഡ് ഉണ്ട്, റൈറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പേര് കാണുമ്പോൾ തന്നെ അറിയാം. കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ IO ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റെഡി ആണോ ഓപ്പൺ ആണോ ബിസി ആണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IO ഡിവൈസിൽ നിന്നും ഡേറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്. അതേപോലെ IO ഡിവൈസിനകത്തോട് ഡേറ്റ റൈറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് റൈറ്റ് കമാൻഡ്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺട്രോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്ടിവേറ്റ് എ പെരിഫറൽ ആൻഡ് ടെൽ ഇറ്റ് വാട്ട് ടു ഡു. എന്താണ് ആ പെരിഫറൽ ചെയ്യേണ്ടതെന്നുള്ളത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കൺട്രോൾ. ഓക്കെ, അതായത് റിവൈൻഡ്, മാഗ്നറ്റിക് ടേപ്പിനെ റിവൈൻഡ് ചെയ്യാനും HD ട്രാക്ക് മൂവ് ചെയ്യാനും ഈ കമാൻഡ്സ് എല്ലാം നമുക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത് പ്രോസസ്സറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രോസസ്സർ തന്നെയാണ് ഇതിനകത്ത് IO ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കമാൻഡ്സും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് പ്രോസസ്സർ തന്നെയാണ്. പ്രോസസ്സർ അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കമാൻഡ്സ് ആയിട്ട് ആർക്ക് കൊടുക്കും? IO മോഡ്യൂളിന് കൊടുക്കും. അതിന് ഫസ്റ്റ് IO കമാൻഡാണ് കൺട്രോൾ എന്ന് പറയുന്ന IO കമാൻഡ്. നെക്സ്റ്റ് വന്നത് ടെസ്റ്റ് ചെയ്യാനുള്ള IO കമാൻഡ്. ടെസ്റ്റ് ചെയ്യുക മീൻസ് എന്താണ്? ഇസ് ദ പെരിഫറൽ പവേർഡ് ഓൺ, അത് ഓൺ ആക്കിയിട്ടുണ്ടോ, അതിപ്പോൾ യൂസ് ചെയ്യാൻ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ബിസി ആണോ, അല്ലെങ്കിൽ ഹാസ് ദ മോസ്റ്റ് റീസെന്റ് IO ഓപ്പറേഷൻ കംപ്ലീറ്റ്, മെയിൻ ആയിട്ടുള്ള IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ടെസ്റ്റ് കമാൻഡ്. ഓക്കെ, അപ്പൊ കൺട്രോൾ കമാൻഡ് എന്ന് പറയുന്ന ആ പെരിഫറൽസിന്റെ കൂടെ എന്ത് ചെയ്യണം എന്നുള്ളത് പറയുന്നതാണ് കൺട്രോൾ കമാൻഡ്. ടെസ്റ്റ് കമാൻഡ് എന്ന് പറയുന്ന എന്താണ്? ആ പെരിഫറൽ റെഡി ആണോ, അവൈലബിൾ ആണോ, ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് ടെസ്റ്റ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത റീഡ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെരിഫറിൽ നിന്നും ഒരു ഡേറ്റ IO മോഡ്യൂൾ ഒബ്റ്റെയിൻ ചെയ്യുക. IO മോഡ്യൂൾ ഒബ്റ്റെയിൻസ് എ ഡേറ്റ ഐറ്റം ഫ്രം ദ പെരിഫറൽ. IO മോഡ്യൂൾ ഒബ്റ്റെയിൻസ് എ ഡേറ്റ ഫ്രം ദ പെരിഫറൽ. പെരിഫറൽ നിന്നും ഒരു ഡേറ്റ IO മോഡ്യൂൾ ഗെറ്റ് ചെയ്യുന്നതിനെയാണ് റീഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കമാൻഡാണ് റീഡ് കമാൻഡ്. അപ്പൊ എന്ത് ചെയ്യണം, ഇന്റേണൽ ബഫറിൽ കൊടുക്കണം. എവിടെയാണ്, പെരിഫറൽ ഡിവൈസസിൽ നിന്നും IO മോഡ്യൂളിന്റെ ഇന്റേണൽ ബഫറിൽ വെക്കണം. അതുപോലെ തന്നെ ആ ബഫറിലുള്ള ഡേറ്റാബേസിനകത്ത് പ്രോസസറിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റാ ബഫറിൽ ആര് വെക്കും, IO മോഡ്യൂൾ വെക്കും. അതാണ് റീഡ് കമാൻഡ്. നെക്സ്റ്റ് വൺ റൈറ്റ്. സെയിം തന്നെ എന്താണ്, IO മോഡ്യൂൾ റൈറ്റ്സ് എ ഡേറ്റ ഐറ്റം ടു ദ പെരിഫറൽ. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള കമാൻഡ് ആരാണ് കൊടുക്കുന്നത്, പ്രോസസറാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം പ്രോസസർ ഡേറ്റയും കൊടുക്കും, ഏത് ഡിവൈസിലായിട്ടാണോ റൈറ്റ് ചെയ്യേണ്ടത് ആ അഡ്രസ്സും കൊടുക്കും. അതിനുശേഷം ഒരു റൈറ്റ് കമാൻഡ് ഇഷ്യൂ ചെയ്യും. റിഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് IO മോഡ്യൂൾ എന്ത് ചെയ്യും, IO മോഡ്യൂളിന്റെ ബഫറിനകത്തിരിക്കുന്ന ഡേറ്റ എന്ത് ചെയ്യും, പെരിഫറലിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത്രയും കമാൻഡ്സ് ആണ് ഏതിനകത്ത് നടക്കുന്നത്, പ്രോഗ്രാംഡ് IOക്കകത്ത് നടക്കുന്നത്. അപ്പൊ നമ്മൾ IO മോഡ്യൂളിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാംഡ് IO ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഒരു ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ IO ഡിവൈസ് ആൻഡ് പ്രോസസർ നടക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കമാൻഡ്സ് പ്രോസസർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, ലൈക്ക് എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് ഇഷ്യൂ ചെയ്ത് ആർക്ക് കൊടുക്കും, IO മോഡ്യൂളിന് കൊടുക്കും. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് IO മോഡ്യൂൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ കമാൻഡ്സാണ് കൊടുക്കുന്നത്, മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡ്, ടെസ്റ്റ് ചെയ്യാനുള്ള കമാൻഡ്, റീഡ് ചെയ്യാനുള്ള കമാൻഡ്, റൈറ്റ് ചെയ്യാനുള്ള കമാൻഡ്. ഈ കമാൻഡ്സ് എല്ലാം തന്നെ ഡീകോഡ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് IO മോഡ്യൂൾ കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അതാണ് പ്രോഗ്രാംഡ് IO. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണ്, ഒരു IO കമാൻഡ് പ്രോസസർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസർ ആ IO കമാൻഡ് കംപ്ലീറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യും. അതുവഴി ഹൈ സ്പീഡ് ആയിട്ടുള്ള പ്രോസസറിന്റെ ടൈം നമുക്ക് വേസ്റ്റ് ആയി പോകും ഈ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് പ്രോഗ്രാംഡ് IOയുടെ വർക്കിംഗ് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്, ഇപ്പൊ റീഡ് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. പ്രോഗ്രാംഡ് IO ടെക്നിക്ക് ഫോർ ഇൻപുട്ട് എ ബ്ലോക്ക് ഓഫ് ഡേറ്റ. ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ IO ഡിവൈസിൽ നിന്നും ഗെറ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റീഡ് ചെയ്യുക, പെരിഫറൽ ഡിവൈസിൽ നിന്നും പ്രോസസ്സിനകത്തോട്ട് ഡേറ്റ റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാംഡ് IOയുടെ സ്റ്റെപ്സ് ആണ് ഈ ഫ്ലോ ചാർട്ടിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും, പ്രോസസർ CPUവിൽ നിന്നും ഒരു റീഡ് കമാൻഡ് ആർക്ക് കൊടുക്കും, IO മോഡ്യൂളിന് കൊടുക്കും. CPUവിൽ നിന്നും ഒരു റീഡ് കമാൻഡ് IO മോഡ്യൂളിന് കൊടുത്തു. ഇഷ്യൂ എ റീഡ് കമാൻഡ് ടു IO മോഡ്യൂൾ. ഓക്കെ, അപ്പൊ ബാക്കി ചെയ്യുന്നത് എന്താണ്, അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്, അത് കഴിഞ്ഞാൽ റീഡ് സ്റ്റാറ്റസ് ഓഫ് IO മോഡ്യൂൾ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റീഡ് കമാൻഡ് കൊടുത്തിട്ട് IO മോഡ്യൂളിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. കാര്യം ഇത് കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് ആ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ പ്രോസസർ വെയിറ്റ് ചെയ്യും. അപ്പൊ റീഡ് സ്റ്റാറ്റസ് ഓഫ് IO മോഡ്യൂൾ, IO മോഡ്യൂളിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും, IO ടു CPU. ഓക്കെ, അപ്പൊ സ്റ്റാറ്റസ് ആർക്ക് കിട്ടും, CPUവിന് കിട്ടും. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും, എന്താണ്, റെഡി ആണോ IO മോഡ്യൂള്, IO മോഡ്യൂളിൽ സ്റ്റാറ്റസ് റെഡി ആണോ എന്ന് നോക്കും. റെഡി ആണെങ്കിൽ ചെക്ക് സ്റ്റാറ്റസ്, റെഡി ആകാം, നോട്ട് റെഡി ആകാം. നോട്ട് റെഡി ആണെങ്കിൽ എഗെയിൻ പ്രോസസർ വെയിറ്റ് ചെയ്യുവാണ്. ഈ കമാൻഡ് ഇഷ്യൂ ചെയ്തിട്ട് പ്രോസസർ എഗെയിൻ വെയിറ്റ് ചെയ്യും. ഇനി റെഡി ആണെങ്കിൽ എഗെയിൻ എന്ത് ചെയ്യും, റീഡ് വേർഡ് ഫ്രം IO മോഡ്യൂൾ. എവിടെ നിന്ന് എടുക്കണം, IO മോഡ്യൂളിൽ നിന്നും ഡേറ്റ എടുക്കണം. അപ്പൊ പെരിഫറൽ ഡിവൈസിനുള്ള ഡേറ്റ IO മോഡ്യൂളിനകത്ത് ഇരിപ്പുണ്ട്. ആ ഡേറ്റ ആർക്ക് കൊടുക്കാം, CPU. ശരിക്കും പറഞ്ഞാൽ അത് എന്താണ് ചെയ്യുന്നത്, അത് CPUവിന് ത്രൂ കിട്ടുന്നത് ഏത് വഴിയാണ്, മെമ്മറി വഴിയാണ്. റീഡ് വേർഡ് ഫ്രം IO മോഡ്യൂൾ, റൈറ്റ് വേർഡ് ഇൻ ടു മെമ്മറി. അത് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് എങ്ങോട്ടാണ്, മെമ്മറിയിലോട്ടാണ് പോകുന്നത്. ഇനി മെമ്മറിയിൽ നിന്നും അത് ആർക്ക് കൊടുക്കാം, മെമ്മറിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CPUവിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഒരു റീഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ ആദ്യം CPU IO മോഡ്യൂളിന് റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്യും. റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്തതിന് ശേഷം IO മോഡ്യൂളിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് സ്റ്റാറ്റസ് റെഡി ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് സ്റ്റാറ്റസ് നോക്കിയതിന് ശേഷം അത് റെഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, IO മോഡ്യൂളിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യും. ആ ഡേറ്റ മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ എന്ത് കഴിഞ്ഞു, പെരിഫറൽസിൽ നിന്നും സിസ്റ്റത്തിനകത്തോട്ട് എത്തിക്കഴിഞ്ഞു. ഇതാണ് ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ റീഡ് ചെയ്യാനുള്ള ഫ്ലോ ചാർട്ട്.
ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? പ്രോസസർ ഒരു കമാൻഡ് IO മൊഡ്യൂളിന് കൊടുക്കുന്നു, ദെൻ വെയിറ്റ്സ് ഫോർ ആൻ IO ഓപ്പറേഷൻ ടു കംപ്ലീറ്റ്. എന്നിട്ട് ആ ഒരു IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യും. വൈൽ വെയിറ്റിംഗ് പ്രോസസർ റിപ്പീറ്റഡ്ലി ഇൻട്രോഗേറ്റ്സ് ദ സ്റ്റാറ്റസ് ഓഫ് IO മൊഡ്യൂൾ. വെയിറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ IO മൊഡ്യൂളിന്റെ സ്റ്റാറ്റസ് നോക്കും, അതായത് കംപ്ലീറ്റ് ആയോ റെഡി ആയോ എന്നുള്ളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു വേസ്റ്റ്ഫുൾ ഓഫ് പ്രോസസർ ടൈം എന്ന് പറയുന്നത്. അതായത് എന്താണ്? പ്രോസസർ എപ്പോഴും ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വഴി പ്രോസസറിന്റെ ടൈം നമുക്ക് എന്ത് ചെയ്യും? വേസ്റ്റ് ആയി പോകും. ഇതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, വേസ്റ്റ്ഫുൾ ഓഫ് പ്രോസസർ ടൈം. വേസ്റ്റ്ഫുൾ ഓഫ് പ്രോസസർ ടൈം, പ്രോസസറിന്റെ ടൈം നമുക്ക് വേസ്റ്റ് ആയി പോകും. ഏതിനകത്താണ്? പ്രോഗ്രാംഡ് IOക്കകത്ത്. അപ്പൊ ഇതാണ് പ്രോഗ്രാംഡ് IO. പ്രോഗ്രാംഡ് IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ചെയ്യാനാണെങ്കിലും റൈറ്റ് ചെയ്യാനാണെങ്കിലും കമാൻഡ്സ് ഇഷ്യൂ ചെയ്യുന്നു. കമാൻഡ്സ് ഇഷ്യൂ ചെയ്തതിന് ശേഷം IO മൊഡ്യൂളിന്റെ സ്റ്റാറ്റസ് നോക്കുന്നു. സ്റ്റാറ്റസ് റെഡി ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡേറ്റ എന്ത് ചെയ്യുന്നു? IO മൊഡ്യൂളിൽ നിന്നും റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്ത് മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാനാണെങ്കിലോ ഒരു റൈറ്റ് കമാൻഡ് ഇഷ്യൂ ചെയ്യുന്നു. IO മൊഡ്യൂളിന്റെ സ്റ്റാറ്റസ് നോക്കുന്നു. സ്റ്റാറ്റസ് റെഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രോസസറിൽ നിന്നുള്ള ഡേറ്റ IO മൊഡ്യൂളിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ റൈറ്റ് വേർഡ് ഇൻ ടു മെമ്മറി എന്നുള്ള ഒരു സെക്ഷൻ കാണത്തില്ല. അതാണ് റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ.